ഹായ് ഫ്രണ്ട്സ്. ഡൽഹിയിൽ കർഷക സമരത്തിന് നേരെ പോലീസ് അതിക്രമം. ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു. എനിക്ക് മനസ്സിലാകാത്തത് കേന്ദ്ര ഗവൺമെന്റ് ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ്. കർഷകർക്കെതിരെയോ? പഞ്ചാബിലെയോ ഹരിയാനയിലെയോ കർഷകർക്ക് ഡൽഹിയിലെത്താൻ, സംഘടിക്കാൻ, സമാധാനപരമായി സമരം ചെയ്യാൻ അവകാശമില്ലേ? തീർച്ചയായും ഉണ്ട്. ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട്. അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ ഏത് സ്ഥലത്തും പോകാനോ സംഘടിക്കാനോ പ്രതിഷേധിക്കാനോ അവർക്ക് അവകാശമുണ്ട്. ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. മാറിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഉറച്ച വിശ്വാസം. അല്ലെങ്കിൽ തന്നെ കർഷക പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് നിഷേധാത്മകമായ മനോഭാവമാണ്. അവർക്ക് കർഷകർ അപ്രധാനം, വ്യവസായികളാണ് പ്രധാനം. അദാനി, അംബാനി തുടങ്ങിയ വൻകിട ബൂർഷ മുതലാളിമാർ, അവരുടെ കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന് ഏറെ താല്പര്യം. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനായി ഒന്നും രണ്ടും കർഷക സമരങ്ങളിൽ ഗവൺമെന്റ് നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടില്ല. അതിനാണ് ഈ സമരം. അവർ ട്രാക്ടറിലാണ് വരുന്നത്, പാറ്റൻ ടാങ്കിലോ യന്ത്രത്തോക്കുകളുമായിട്ടോ അല്ല. അവരെ അനുവദിക്കുക തന്നെ വേണം. കിടങ്ങുകൾ കുഴിച്ചും ബാരിക്കേഡ് ഉണ്ടാക്കിയും അവരെ തടയുകയല്ല വേണ്ടത്. തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇന്ത്യ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നുവെന്ന്. എവിടെ? എനിക്കറിഞ്ഞുകൂടാ. അപൂർവം ചില മുതലാളിമാരല്ലാതെ ഇന്ത്യയിൽ ആർക്കാണ് അഭിവൃദ്ധി ഉണ്ടായത്? സാധാരണക്കാരനോ? 8 കോടിയിലേറെ ജനങ്ങൾ ഇപ്പോഴും ദരിദ്രരേഖയ്ക്ക് താഴെയാണ്. ഒന്നും വേണ്ട. ഞാൻ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നേരം വെളുത്താൽ വഴിയോരത്ത് നിരനിരയായിരുന്ന അപ്പിയിടുന്ന ആളുകളെ ഇന്നും കാണാം. ഈ 21ാം നൂറ്റാണ്ടിൽ ഞാൻ കാണാറുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരൻ നിലവാരത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ ഒന്നുമല്ല. ഗ്രാമങ്ങൾ, ഗ്രാമാന്തരങ്ങളിലേക്ക് ചെല്ലണം. അവിടെ സാധാരണക്കാരൻ ദയനീയാവസ്ഥ മനസ്സിലാക്കണം. എങ്കിലേ ഇന്ത്യ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എവിടെ? ആരോട് പറയാൻ? ഇതൊക്കെ ശ്രമിക്കാൻ കാതുകളുള്ള ഒരു ഗവൺമെന്റ് നമുക്കുണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കേഴുക ഭാരതമേ.